ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണത്തോടനുബന്ധിച്ച് ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും എന്തെല്ലാം കിട്ടുമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിക്ക് ആവശ്യമായ വേപ്പിലയാണ് ഓടിച്ചെടുക്കുന്നത്. ഇക്കൊല്ലം നല്ല മഴയായതുകൊണ്ട് നമ്മൾ നട്ട സാധനങ്ങളിൽ നിന്നൊന്നും നമുക്കൊന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പച്ചക്കറി തൈകളൊക്കെ മേടിച്ച് നട്ടിട്ടൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, നമ്മൾ നട്ട മുളക് തൈയൊക്കെ പോയിട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മുളകിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ കാന്താരി മുളക് മാത്രമാണ് ഈ പ്രാവശ്യം എനിക്ക് വിളവെടുക്കാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാന്താരി മുളക് ഒന്ന് പറിച്ചെടുക്കാം. അടുത്തതായിട്ട് ചേനയാണ് കേട്ടോ വിളവെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നട്ടിരുന്ന ചേനയുടെ തണ്ടൊക്കെ പോയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചേനയൊന്ന് പറിച്ചെടുക്കാം. ചെറിയ ചേന നോക്കിയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യത്തിന് മാത്രമായി, ഓണസദ്യ ഉണ്ടാക്കാൻ മാത്രമായി ഒരു ചേന മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചേന ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാൻ വേണ്ടി നട്ട തക്കാളിയാണ് ഇത്. അപ്പോൾ ഇത് കണ്ട, നമ്മുടെ തക്കാളി ഒന്നും നമുക്ക് ആയി കിട്ടിയിട്ടില്ല, ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറിക്കാറായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വെണ്ടയ്ക്കയുടെ വിളവെടുക്കാം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ വെണ്ട കണ്ടോ, ഈ വെണ്ടമേ ഉണ്ടായേക്കുന്ന വെണ്ടയ്ക്ക കണ്ടോ, നല്ല നീളമുള്ള നല്ല വലിയ വെണ്ടയ്ക്ക. അപ്പോൾ ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നട്ടിരുന്നത് വഴുതനയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയും വിളവെടുക്കാറായിട്ട് പൂ കുത്തിയതാ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇതായിട്ടില്ല, പറിക്കാറായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കൊല്ലം ഓണത്തോടനുബന്ധിച്ച് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വിളവെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഓണസദ്യ തയ്യാറാക്കാം. ഇത്രയും പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് നമുക്കൊരു ഓണസദ്യ തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാലൻസ് പച്ചക്കറികൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണസദ്യയിൽ എന്തൊക്കെയാണെന്നൊന്ന് കാണാം. സാമ്പാർ, ഇഞ്ചിക്കറി, കാളൻ, അവിയൽ, അച്ചിങ്ങയും കായും കൂടി വളർത്തിയതാണ് കേട്ടത്, കൂട്ടുകറി, പിന്നെ ശർക്കര വരട്ടി, അതുപോലെ തന്നെ ഉപ്പേരി, സേമിയോ പായസം, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പപ്പടം, പിന്നെ ഇത് ഇന്നലെ വെച്ച പാലടയാണ് കേട്ടോ. ഇവിടെ അയൽവക്കത്തൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസമേ പായസം വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ വെച്ച പായസമാണ്, പാലടയാണ്. ഇനി നമുക്ക് സദ്യ വിളമ്പിയാലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.